കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും വന്ദനം. ഇമ്മാനുവൽ പ്രേയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കർത്താവിൽ പ്രിയരെ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന വിഷയം നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമായിരുന്നു നമ്മൾ വായിച്ചത്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യമാണ് വായിച്ചത്. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് അവനോട് പറഞ്ഞു. പ്രിയമുള്ളവരെ, നമുക്ക് വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് ഇവിടെ വായിച്ചത്. കഴിഞ്ഞ 2 ആഴ്ചക്കാലമായിട്ട് ഗിദെയോനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപജീവന മാർഗത്തിന് വേണ്ടി മുന്തിരിച്ചക്കനടുക്കൽ ഇരുന്നു കൊണ്ട് ഗോതമ്പ് വിരിക്കുന്ന ഗിദെയോനെ കണ്ടിട്ട് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞതായിരിക്കുന്ന വാക്കാണ്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്. ആ വാക്ക് ഒരു വ്യക്തിയുടെ ജീവിതത്തെ പ്രവർത്തന മണ്ഡലങ്ങളിലേക്കുള്ള പ്രചോദനവും, ആത്മീയ ജീവിതത്തിൽ തളർന്നു പോയിരിക്കുന്നെങ്കിൽ അതിന് പ്രത്യാശയം നൽകുന്ന ചില വാക്കുകളാണ്. അത് കേട്ട മാത്രയിൽ തന്നെ ദൈവത്തിന്റെ ദൂതൻ തന്നെ ബലപ്പെടുത്തുകയാണ്. ദൈവം ഓരോ വ്യക്തികളെയും തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ, വിളിക്കുമ്പോൾ അവരിൽ ദൈവം കാണുന്നതായിരിക്കുന്ന ചില കാഴ്ചപ്പാടുകൾ, അവരെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ, അതെങ്ങനെ ചെയ്യാൻ കഴിയും, അതെപ്രകാരമായിരിക്കും, അവർ ചെയ്താൽ എങ്ങനെയായിരിക്കുമെന്ന് വ്യക്തമായ തിരിച്ചറിവുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ളതായിരിക്കുന്ന ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യേശു കർത്താവ് തിരഞ്ഞെടുക്കുന്നത് ശിമോൻ പത്രോസിനോട് പറഞ്ഞത്, നീ എന്നെ അനുഗമിക്കുക, പടകും വലയും വിട്ട്. ഞാൻ നിന്നെ മീൻ പിടിക്കുന്നവരല്ല, മനുഷ്യനെ പിടിക്കുന്നവരാക്കും. പുതിയ നിയമസഭയിലേക്ക് കടന്നു വരുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടതായിരിക്കുന്ന വ്യക്തികളെ നമ്മൾ മനസ്സിലാക്കുന്നത് ഉപദേഷ്ടാവായും പ്രവാചകന്മാരായും ശുശ്രൂഷകന്മാരായും സുവിശേഷകന്മാരായും അപ്പോസ്തലന്മാരായും വിവിധ നിലകളിലുള്ള പേരുകളെ നമുക്ക് കാണാൻ കഴിയും. ഒരാൾക്കുള്ളതായ ശുശ്രൂഷയല്ല അടുത്തയാളിനെ കൊടുക്കുന്ന ശുശ്രൂഷ, അടുത്തയാളിന്റെ ശുശ്രൂഷയല്ല മറ്റൊരാൾക്കുള്ള ശുശ്രൂഷ. അതെല്ലാം വ്യത്യസ്തമായ ശുശ്രൂഷകളാണ്. വ്യത്യസ്തമായ കാലഘട്ടത്തിൽ, വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ, വ്യത്യസ്തമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചതായിരിക്കുന്ന വ്യക്തികളെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. പഴയ നിയമത്തിലെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രേരണ ഒരു വ്യക്തിയിൽ വരുമ്പോൾ അതിന്റെ ലീഡറായിരിക്കുന്ന ദൈവദാസൻ പരിശുദ്ധാത്മാവിനാൽ തലയിൽ കൈവച്ച് വേർതിരിക്കുന്നു എന്നാണ്. ഇന്ന് അതിനൊരുപാട് മാറ്റങ്ങൾ വന്നു. ഇന്ന് വിദ്യാഭ്യാസം, ശരീര സൗന്ദര്യം, ശരീരഘടനകൾ, അങ്ങനെ എല്ലാ കുടുംബത്തിന്റെ പശ്ചാത്തലങ്ങൾ, മുൻ പരിചയം, ജീവിത സാഹചര്യങ്ങൾ, കുടുംബത്തിന്റെ പശ്ചാത്തലങ്ങൾ, ഇതൊക്കെ നോക്കിക്കൊണ്ടാണ് ഇന്ന് തിരഞ്ഞെടുക്കുന്നത്. അതൊന്നും ഒരു വിളിയുടെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെയുള്ളതായിരിക്കുന്ന ആളുകൾ അധികം ശോഭിക്കണമെന്നില്ല. അതൊരു ജോലിയായി മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമാണ്. തിരഞ്ഞെടുക്കപ്പെട്ടതായിരിക്കുന്ന വ്യക്തികളിൽ ദൈവം കൊടുത്തിരിക്കുന്ന ചില ഗുണങ്ങൾ, ദൈവം കൊടുത്തിരിക്കുന്ന ചില കഴിവുകൾ, ദൈവം കൊടുത്തതായിരിക്കുന്ന ചില താലന്തുകൾ, ദൈവം കൊടുത്തതായിരിക്കുന്ന അഭിഷേകത്തിന്റെ നിറവുകൾ, ഈ നിറവ് പ്രാപിച്ചുകൊണ്ടാണ് പത്രോസ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞത്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞങ്ങൾ മദ്യം കുടിച്ചവരല്ല. യോവേൽ പ്രവാചകൻ പറഞ്ഞതായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കാലഘട്ടത്തിനനുസരിച്ച് നൽകിയതാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ടത് പരിശുദ്ധാത്മാവിനാലാണ്. അപ്പോൾ ചെറുതും വലുതുമായ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ
ദൈവം തെരഞ്ഞെടുത്തതായിരിക്കുന്ന വ്യക്തികളെ ദൈവം ആ കാലഘട്ടങ്ങളിൽ അനുസരിച്ച് കരങ്ങളെടുത്ത് ഉപയോഗിക്കുകയാണ്. വീഴ്ചകളും താഴ്ചകളും ഉണ്ടാകാം, രോഗങ്ങളും കഷ്ടതകളും ഉണ്ടാകാം, എതിർപ്പുകളും പോരാട്ടങ്ങളും ഉണ്ടാകാം, പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാം. അതിനൊക്കെയും തരണം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് കടന്നു പോകുന്നത്. അതുപോലെ തന്നെയാണ് ജോലി. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ അനുകൂലമായ സാഹചര്യവും പ്രതികൂലമായ സാഹചര്യങ്ങളും ഉണ്ടാകും. നമ്മുടേതായിരിക്കുന്ന അറിവുകൾ, നമ്മുടേതായ കഴിവുകൾ അത് വേണ്ട രീതിയിൽ ഒരു പക്ഷെങ്കിൽ ആ കമ്പനിക്ക് അത് പ്രയോജനപ്പെടുവാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകാം. കാരണം കഴിവുകളെ തിരിച്ചറിഞ്ഞിട്ട് അതിനെ ഇല്ലായ്മപ്പെടുത്താനോ അതിനെ ഒതുക്കുവാനോ ശ്രമിക്കുന്ന അനേക ആളുകളുണ്ട്. അത് സ്വാഭാവികമായിട്ട് കാണാം. ഏത് വിധത്തിലും അതിലൂടെ ഒരു കഴിവ് ലഭിക്കപ്പെട്ട് കയറി വന്നാൽ ഒരു പക്ഷെങ്കിൽ അത് മാനേജ്മെന്റിന് അത് പ്രചോദനമാകും, പ്രശംസനീയമാകും, അത് പ്രൊമോഷനാകും, സാലറി വർദ്ധിക്കും, കൂടുതൽ അവിടുന്ന് ലഭിക്കപ്പെടുവാനുള്ള അനേക നന്മകൾ പ്രാപിക്കാനിടയായിത്തീരും. അപ്പോൾ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. അപ്പോൾ നമ്മുടെ വിളിയെ തിരഞ്ഞെടുപ്പ് നോക്കുവീൻ. അതാണ് പൗലോസ് പറയുന്നത്, വിളിയും തിരഞ്ഞെടുപ്പും. നമുക്കറിയാം 365 പ്രാവശ്യമാണ് യഹോവ നമ്മെ വിളിച്ചു എന്ന് പറയുന്നത്. അതിനെ വേദപണ്ഡിതാക്കൾ 3 തിരിച്ചിട്ടുണ്ട്: വിശുദ്ധ വിളി, സ്വർഗീയ വിളി, പരമവിളി. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ ഭാഗത്തേക്ക് നമുക്ക് പിന്നാലെ കടന്നു പോകാം. ഇവിടെ ഗിദെയോനോട് പറയുന്നു, നീ പോകാം, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അപ്പോൾ ഗിദെയോൻ കുറെ ഒഴിവുകൾ പറയുന്നുണ്ട്. അസാധ്യമായ കാര്യമാണ്, എനിക്കത് സാധ്യമാകും എന്നെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ പറയും, നീ പൊയ്ക്കോൾ, ഞാൻ കൂടെയുണ്ട്. അങ്ങനെ ഗിദെയോനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്, ഒരു തെരഞ്ഞെടുപ്പ് നടത്തി നിന്നോടൊപ്പം നിൽക്കുവാനും യുദ്ധം ചെയ്യുവാനും കഴിവുള്ളതായ പ്രാപ്തിയുള്ളതായ ചില ആളുകളെ തെരഞ്ഞെടുക്കണം. അങ്ങനെ ഗിദെയോൻ 3000 പേരെ തെരഞ്ഞെടുത്തു. ദൈവം ഗിദെയോനോട് പറഞ്ഞു, 3000 പേര് വേണ്ട. അവിടുന്ന് ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. അത് 300 പേരിൽ വന്നു. ഇവരിൽ കൊണ്ട് ഒരു ശുശ്രൂഷയ്ക്കായി ഞാൻ നിന്നെ നിയോഗിക്കുകയാണ്. അതുകൊണ്ട് നീ തെരഞ്ഞെടുക്കപ്പെട്ടതായ നിന്റെ ജനങ്ങളെയും കൊണ്ട് നീ താഴ്വരയിലേക്ക് പോകുമ്പോൾ 3 കാര്യങ്ങൾ നീ ശ്രദ്ധിക്കണം. ഒന്ന്, അവരെ മനസ്സിലാക്കുവാനുള്ള കഴിവുണ്ടാവണം. കൂടെ നിൽക്കുന്നവരെ മനസ്സിലാക്കണം, അവരുടെ കഴിവുകളെ മനസ്സിലാക്കണം, അവരുടെ യോഗ്യതകളെ മനസ്സിലാക്കണം. മറ്റൊന്ന്, അവരുടെ കൈകളിൽ ഓരോ കുടം കൊടുക്കണം. ആ കുടത്തിനകത്ത് ഓരോ പന്തം വയ്ക്കണം. ഇതാണ് നീ ചെയ്യേണ്ടത്. അത് ചെയ്യാൻ മനസ്സുള്ളവരായിരിക്കണം, അത് പ്രവർത്തിക്കാൻ കഴിവുള്ളവരായിരിക്കണം, അതിനായി തിരഞ്ഞെടുക്കപ്പെട്ട യോഗ്യത ഉള്ളവരായിരിക്കണം. പാതി വഴിയിൽ ഇട്ടുപോകുന്നവരാകരുത്. കാരണം താഴ്വരയിൽ ഇറങ്ങാൻ പോവുകയാണ്, യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. നിനക്ക് മുൻപിൽ യുദ്ധങ്ങൾ മാത്രമേ ഉള്ളൂ. നിന്റെ യാത്രയിൽ ക്ലേശങ്ങളേ ഉള്ളൂ. നിന്റെ ശുശ്രൂഷയ്ക്ക് പോരാട്ടങ്ങളേ ഉള്ളൂ. നിന്റെ എല്ലാ മേഖലകളെയും വളഞ്ഞുകെട്ടി തകർത്ത് കളയാൻ നോക്കുന്ന ഒരു വലിയ സൈന്യത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ തളരാതെ നിന്നുകൊണ്ട് പൊരുതി ജയത്തിന്റെ ഉന്നതിയിൽ എത്തിച്ചേരുവാൻ വ്യക്തികളെ ബലപ്പെടുത്തണം. അതിന് പ്രാർത്ഥന, അതിന് ഉപവാസം, അതിന് ധ്യാനം ഒക്കെ ആവശ്യമാണ്. പ്രിയമുള്ളവരെ, വചനം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുമ്പോൾ ദൈവം അത് ശക്തിയോടുകൂടെ ബലപ്പെടുത്തും, ശക്തീകരിക്കും. അതുകൊണ്ട് തളർന്നു പോകാതെ താഴ്വരയിലേക്ക് മുന്നോട്ട് തന്നെ നമുക്ക് നടക്കാം. കയ്യിലേൽപ്പിച്ചതായിരിക്കുന്ന ഒരു പന്തം, കയ്യിലേൽപ്പിച്ചതായിരിക്കുന്ന ഒരു കുടം, അതിനകത്ത് കുടത്തിനകത്ത് വെച്ച പന്തം, ഒരു കയ്യിൽ കാഹളമാണ്. അതും പിടിച്ചുകൊണ്ട് നീ താഴ്വരയിൽ ഇറങ്ങ്. മടിക്കാതെ നിന്നോ, വിജയം നിന്റെ മുമ്പിലുണ്ട്. പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സുഖസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കഴിഞ്ഞ ദിനങ്ങളെയൊക്കെ ദൈവം നടത്തിയല്ലോ. വചനം കേൾക്കുന്നവരെ അനുഗ്രഹിക്കണമേ. രോഗികളായി കഴിയുന്നവർക്ക് വിടുതലും ആശ്വാസവും നൽകണമേ. കേരളത്തിലും വടക്കേ ഇന്ത്യയിലും ഗൾഫിലും യൂറോപ്പിലും അമേരിക്കയിലുമായിട്ട് ജോലി ചെയ്യുന്ന അനേക പ്രിയപ്പെട്ടവർ കുടുംബമായി താമസിക്കുന്നു. പഠിക്കാൻ കടന്നുപോയ കുഞ്ഞുങ്ങൾ,
ഈ ദിവസങ്ങളിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിൻ്റെ പ്രയാസത്തിലിരിക്കുന്നവർ, ഡയാലിസിസ് ചെയ്യുന്നവർ, ക്യാൻസർ രോഗികൾ, തളർന്നിരിക്കുന്നവർ, മാനസിക രോഗികൾ, പല വിധത്തിൽ ഭാരപ്പെടുന്നവരുണ്ട്. അവരെല്ലാം ആശ്വസിപ്പിക്കണം. ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പുതിയ അധ്യയന വർഷം ആരംഭിച്ചു, ക്ലാസ് തുടങ്ങി, കുഞ്ഞുങ്ങളൊക്കെ കടന്നു പോകുന്നു. അവർക്ക് വേണ്ടതായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അനുഗ്രഹമായി തീരണം. അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. മഹത്വപ്പെടുത്തുന്നു രക്ഷകന്റെ നാമത്തിൽ തന്നെ. ആമേൻ.